ഒരു ബിസിനസ് തുടങ്ങി അത് വലിയ വിജയമായി പിന്നെ അത് പരാജയപ്പെട്ടു പോകുന്ന കുറേ കഥകൾ നമുക്കറിയാം. അപ്പം ഒരു 2 ആഴ്ച മുമ്പ് ദുബായി പോയ സമയത്ത് ഒരു കമ്പനിയുടെ ബോസുമായിട്ട് ഞാനിരുന്നു. അപ്പോൾ അവരുടെ കമ്പനിയിലുള്ള സ്റ്റാഫിന് സെയിൽസ് ട്രെയിനിങ് വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഔട്ട്കം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കഥ മുഴുവൻ കേട്ടപ്പം എല്ലാ ബിസിനസ്സുകാർക്കും അതിൽ വ്യക്തമായ ഒരു പാഠമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് സംസാരിക്കുന്നത്. അൻസാർ മുഹമ്മദ് വിത്ത് യു. നമ്മൾ ഈ ഒരു ബിസിനസ് വിജയിപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് അത്യാവശ്യമായിട്ട് അതിന് വേണ്ട സെയിൽസ് കൊണ്ടുവരണം, മാർക്കറ്റ് ചെയ്യണം, ബ്രാൻഡ് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് ആ ഒരു ബിസിനസ് നമുക്ക് ഉഷാറാക്കി കൊണ്ടുവരാൻ വലിയ കഠിനാധ്വാനം വേണം. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് തുടങ്ങുമ്പം അതിൻ്റെ ഓണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ക്രിയേറ്റീവ് ആയിരിക്കും, വളരെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ആ ഒരു ബിസിനസ് എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്യും, ക്രിയേറ്റീവായിട്ടുള്ളത് കൊണ്ടുവരും, കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കും, സ്റ്റാഫിനെ നല്ല ഉഷാറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, അവരെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എത്ര കസ്റ്റമർ വന്നാലും അവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് ഏറ്റവും നല്ല മികച്ച സേവനം നൽകാൻ വേണ്ടി ഈ ബിസിനസ് ഓണർ സദാ സന്നദ്ധനായിരിക്കും. അപ്പം പിന്നെന്തായാലും സംഭവിക്കുന്നത്, അപ്പം ദുബൈയിൽ ഒരു നല്ല കച്ചവടമുള്ള ഒരു സ്ഥാപനം നടത്തി. അപ്പം ആളുകളൊക്കെ വരാൻ തുടങ്ങി, ഭയങ്കര ക്രൗഡായി. അപ്പം ഇതെല്ലാം മാനേജ് ചെയ്ത് പരമാവധി ആളുകളെ അക്കോമഡേറ്റ് ചെയ്ത് നല്ല സർവീസ് കൊടുത്ത് ആളുകളെല്ലാം ഹാപ്പി ആക്കി അവരോടൊക്കെ വളരെ ചിരിച്ച് വളരെ ഉഷാറായിട്ട് സന്തോഷത്തോടു കൂടെ സമീപിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്ത് നല്ല കസ്റ്റമർ സർവീസ് കൊടുത്തു. അങ്ങനെ ആളുകളൊക്കെ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് കൂടുതൽ ബിസിനസ്സായി നല്ല ഒരു സംരംഭമായിട്ട് അത് മാറി. അപ്പോൾ അത് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം തിരക്കിലേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ പഴയ ഹാർഡ് വർക്കിംഗ് മനോഭാവമൊക്കെ മാറി. അപ്പം കാരണം ആ ഒരു ബിസിനസ് വിജയിച്ചതിൻ്റെ ആലസ്യത്തിലേക്ക് അദ്ദേഹം പോയി. അപ്പം അദ്ദേഹം എപ്പോഴും വരുന്ന അദ്ദേഹം പതുക്കെ വരാറായി, യാത്രകൾ കൂടാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കം കുറേ കൂടി. അങ്ങനെ പല വഴികളിലേക്കും അദ്ദേഹം സഞ്ചരിച്ചു. അപ്പോൾ ഇവിടുത്തെ സെയിൽസിനെ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. സെയിൽസ് ഉഷാറാണ്, അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്, സ്റ്റാഫൊക്കെ ഉഷാറാണ്. അപ്പം ഡെയിലി സെയിൽസ് റിവ്യൂ നടത്തുന്നില്ല, ഈ സ്റ്റാഫിന് കൊടുക്കേണ്ട അപ്ഡേറ്റുകൾ കൊടുക്കുന്നില്ല. അപ്പോൾ സ്റ്റാഫുകൾ സ്വാഭാവികമായിട്ടും നല്ല തിരക്കാകുമ്പം ആളുകളോടൊക്കെ അർജൻ്റായിട്ട് പെരുമാറാൻ തുടങ്ങി. അവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ, അങ്ങനെ ഇരുന്നോ, അതങ്ങോട്ട് തരില്ലേ, വെയിറ്റ് ചെയ്യ്, നിങ്ങളെ മുമ്പ് വന്ന ആളില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് പതുക്കെ കമ്പനിയുടെ സർവീസ് ഇങ്ങനെ മോശമായി കൊണ്ടേയിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ ഈ എംപ്ലോയീസ് എപ്പോഴും ബിസി ആയതുകൊണ്ട് ഈ വന്ന കസ്റ്റമറെ നോക്കാനും കഴിയുന്നില്ല, വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമറെ നോക്കാനും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ആളുകൾ ഇങ്ങനെ പതുക്കെ അകലാൻ തുടങ്ങി. അപ്പോൾ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഇത് സംഭവിച്ചാൽ കമ്പനിക്ക് ഒന്നും സംഭവിക്കില്ല, 2 ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കില്ല, 3 ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അതേസമയം ഇത് ആഴ്ചകളാകുന്നു, അത് മാസങ്ങളാകുന്നു, അത് വർഷങ്ങളാകുന്നു. അപ്പോഴേക്ക് നമ്മുടെ ഈ സംവിധാനം തന്നെ ആളുകൾക്ക് വേണ്ടാത്ത രീതിയിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ മോശം ഇമേജ് മൊത്തത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കും ഈ സെയിൽസ് കുറയുന്നത് കാണുന്നത്. അപ്പോഴായിരിക്കും ഈ ബോസ് വീണ്ടും ഉണരുക. അപ്പോൾ അദ്ദേഹം ഇന്നോവേറ്റീവ് ചെയ്യാൻ ശ്രമിക്കും, ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അദ്ദേഹം ഓഫീസിൽ വന്നിരിക്കാൻ തുടങ്ങും, കുറേ ഇരിക്കും, കുറേ സ്റ്റാഫിനെ കുറ്റം പറയും, കുറേ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴേക്കൊക്കെ നമ്മുടെ ഈ ഒരു നല്ല ബിസിനസ്, ഈ പൊന്മുട്ടയിടുന്ന താറാവ് നമ്മുടെ കയ്യിൽ നിന്ന് പതുക്കെ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ അത് രണ്ടാമത് റീമേക്ക് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരുപാട് സമയമുള്ള ഒരു കേസാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് ഹാപ്പി ആവാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വരില്ല. നമ്മൾ അങ്ങനെ ആക്കി, നമ്മൾ ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞാലും ഒരു വട്ടം നല്ല ഒരു സർവീസ് കിട്ടാത്ത ഒരു കസ്റ്റമർ അങ്ങോട്ട് വരില്ല. കാരണം ഇപ്പം വേറെ പല ഓപ്ഷൻസുകളും അവർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം ഇത് ഒരു ബിസിനസ്സിൽ വിജയിക്കുക എന്നുള്ളതല്ല, ആ വിജയം മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഒരു ബിസിനസ് നടത്തുന്ന ഏതൊരു മുതലാളിയുടെയും പ്രാഥമികമായ ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെയിൽസ് ടീമിന് ഈ ആളുകൾ കൂടുമ്പോൾ അപ്പോൾ അതനുസരിച്ചുള്ളൊരു പ്രോസസ്സും സിസ്റ്റമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ സ്റ്റാഫിനെ അപ്ഡേറ്റ് ചെയ്യണം, സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടം അവർക്കും വേണം. നമുക്ക് മുതലാളിക്ക് മാത്രം സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടായാൽ പോരാ, നമുക്ക് കിട്ടുന്നത് നമ്മുടെ എംപ്ലോയീസുമായിട്ടും അവർ ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഇങ്ങനെ എംപ്ലോയീസിനെയും ഒക്കെ വളർത്തി നല്ല സർവീസ് കൊടുത്ത് ആ സർവീസ് നിലനിർത്തി കൊണ്ടുപോയാൽ
ഏതൊരു ബിസിനസ്സും എന്നും ഉഷാറായിട്ട് നിൽക്കും. അപ്പോൾ ഉദാഹരണം പറയാം, നല്ല ഒരു പ്രഭാഷകൻ, കേരളത്തിലുള്ള നല്ല ഒരു പ്രഭാഷകൻ. അപ്പോൾ അദ്ദേഹം വളരെ കുറഞ്ഞ ആളുകൾ ക്ലാസ് എടുത്തിട്ടാണ് തുടങ്ങിയത്. വളരെ കുറഞ്ഞ ആളുകൾ ക്ലാസ് എടുത്തു, പിന്നെ ആൾ കൂടി അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ പരിപാടിക്ക് ക്ഷണിക്കാൻ തുടങ്ങി. അങ്ങനെ വേറെ ആളുകൾ അദ്ദേഹത്തെ ക്ഷണിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഈ പ്രഭാഷകൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനായി മാറി. അപ്പം അങ്ങനെ ആളുകളൊക്കെ വന്നു, ആളുകളൊക്കെ അദ്ദേഹത്തെ വീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്യും, നല്ലോണം റിസർച്ച് നടത്തും, പഠിക്കും, ചരിത്രങ്ങൾ പഠിക്കും, എല്ലാം പഠിച്ച് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്നും ഒന്നിനൊന്ന് മികച്ചതായിരിക്കും. എപ്പോഴും നല്ല നല്ല കണ്ടൻറ്റുകൾ, ഇതുവരെ കേൾക്കാത്ത കണ്ടൻറ്റുകൾ, കേട്ട കണ്ടൻറ്റുകൾ തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു രൂപത്തിൽ, ശൈലിയിൽ, ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകുന്ന രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ആളുകൾ കൂടി ഉഷാറായി ഇങ്ങോട്ട് വന്നപ്പോൾ അതുവരെ വളരെ മാന്യമായിട്ട് തന്നെ ശ്രോതാക്കളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് വളരെ പൗരുഷമായ വാക്കുകൾ വരാൻ തുടങ്ങി. വളരെ ഹാർഡായിട്ട് ഓഡിയൻസിനോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അപ്പം പതുക്കെ ആളുകൾ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ലല്ലോ. പതുക്കെ ആളുകൾ അകരാൻ തുടങ്ങി. ഇന്ന് ആ പ്രഭാഷകന് കാര്യമായ വേദികളൊന്നും ആരും കൊടുക്കുന്നില്ല. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ആ ഒരു സർവീസ് അദ്ദേഹത്തിൽ നിന്ന് പോയതുകൊണ്ടാണ്. അപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറയുന്നത്, നല്ല ആളുകൾ, ഒരു ശതമാനം ആളുകളും ബിസിനസ് ഓണേഴ്സും വളരെ കഷ്ടപ്പെട്ട് ഒരു സംവിധാനം വളർത്തി അത് ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് നിലനിർത്താൻ കഴിയാത്തതിൻ്റെ പ്രധാനമായ കാരണം, ആ ബിസിനസ് വിജയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെടുത്തിരുന്ന റിസ്ക്, ആ റിസ്ക് പിന്നെ അവരെടുക്കുന്നില്ല. അവർ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ആശയങ്ങൾ ഓരോ ദിവസവും എൻ്റെ ബിസിനസ്സിൽ പുതിയ ഓരോ വൈവിധ്യങ്ങൾ കൊണ്ടുവന്ന് പരമാവധി കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന് അവർ ചെയ്യാൻ നോക്കുന്നു. അതവർ നിർത്തിവെക്കുന്നു. അവർ അടിച്ചു പൊളിക്കാൻ നടക്കുന്നു. അവരങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, ആവശ്യമില്ലാത്തതിനൊക്കെ നടക്കുന്നു. ഇവിടുത്തെ ഫോക്കസ് അവർക്ക് നഷ്ടപ്പെടുന്നു. കസ്റ്റമേഴ്സിനുള്ള സർവീസ് കുറയുന്നു. അത് കുറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക. അതേപോലെ തന്നെ പുതിയ സർവീസുകൾ ആഡ് ചെയ്യാതെ ഇരിക്കുക. അതേപോലെ നിലവിലുള്ള സ്റ്റാഫിൻ്റെ ആ മോട്ടിവേഷൻ, അവർക്ക് സെയിൽസ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും സർവീസ് ട്രെയിനിങ് കൊടുക്കണം, എങ്ങനെ കസ്റ്റമേഴ്സിനോട് പെരുമാറണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പം നമ്മുടെ എംപ്ലോയീസ് നല്ല ഉഷാറായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കും. പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തിരക്കുകൾ കൂടുമ്പോൾ ഇവരുടെ സ്വഭാവം പിന്നെയും വരും. അപ്പം ഇവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ എംപ്ലോയീസിനെയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് എന്നെന്നും വിജയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാ ബിസിനസ് ഓണേഴ്സും ഈ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്നും ഉഷാറായി ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടു പോകാം. പുതിയ ക്രിയേറ്റീവായ ഐഡിയാസ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സ്റ്റാഫുകളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാം. ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, സ്കെയിലപ്പ് ചെയ്യാം. അങ്ങനെ എന്നെന്നും വളരെ സന്തോഷത്തോടും സമാധാനത്തോടുകൂടെ നല്ല ബിസിനസ്, ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുന്ന, ഒരുപാട് കസ്റ്റമേഴ്സിന് ഉപകാരം കിട്ടുന്ന നല്ല ബിസിനസ്സുകൾ എന്നെന്നും നിലനിൽക്കട്ടെ. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.